കേരളത്തിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ വികാരമാണ് ക്യൂബ എന്ന് പറയുന്ന രാജ്യം. കേരളത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ക്യൂബയിൽ സന്ദർശനം നടത്തുകയും വാചാലരാവുകയും ചെയ്തിട്ടുള്ള ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ അവരൊക്കെ വളരെ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, അവരൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ക്യൂബ ഇന്ന് വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഏത് നിമിഷവും തകരാവുന്ന അവസ്ഥയിലാണ് ഇന്ന് ക്യൂബ. ക്യൂബ എന്ന് പറയുന്ന രാജ്യം ഇന്ന് കടുത്ത ഊർജ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഇരുട്ടിലാണ് ഇന്ന് ക്യൂബ. പല നഗരങ്ങളിലും ദിവസങ്ങളായിട്ട് വൈദ്യുതി ലഭ്യമല്ല. പൂർണ്ണമായ ഇരുട്ടിലാണ്, വൈദ്യുതി ഇല്ലാത്തൊരു അവസ്ഥ. ക്യൂബയ്ക്ക് കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകിയിരുന്ന രാജ്യമായിരുന്നു വെനസ്വേല. അതിന് പിന്നാലെ റഷ്യയും ക്യൂബയ്ക്ക് വലിയ തോതിൽ ഇന്ധനം നൽകിയിരുന്നു. എന്നാൽ അമേരിക്കയുടെ പുതിയ ഉപരോധങ്ങളും തന്ത്രങ്ങളും കാരണം ക്യൂബയിലേക്ക് ഇന്ധനം എത്തുന്നില്ല. ക്യൂബയുടെ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ധനം എത്തേണ്ടതുണ്ട്. വെനസ്വേല അമേരിക്ക പിടിച്ചെടുത്തതോടുകൂടി സ്വാഭാവികമായി അവിടെ നിന്ന് വരേണ്ടിയിരുന്ന എണ്ണ ഇപ്പോൾ ക്യൂബയിലേക്ക് എത്തുന്നില്ല. മെക്സിക്കോ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കടുത്ത നിർദ്ദേശവും ഭീഷണിയും മുന്നറിയിപ്പും ഒക്കെ അമേരിക്ക കൊടുത്തതുകൊണ്ട് തന്നെ അവിടെ നിന്നും ഇപ്പോൾ ക്യൂബയ്ക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം എത്തുന്നില്ല. ഇതേ തുടർന്ന് ക്യൂബയുടെ പ്ലാന്റുകളെല്ലാം തന്നെ പ്രവർത്തനം നിലച്ച മട്ടിലാണ്. മാത്രമല്ല പലതും പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതുമായിരുന്നു. അവ അറ്റകുറ്റപ്പണി നടത്താനോ പുതിയവ സ്ഥാപിക്കാനോ ഉള്ള പണം പോലും ക്യൂബൻ സർക്കാരിന്റെ കയ്യിലില്ല. ഏതു നിമിഷവും അമേരിക്ക ക്യൂബയിൽ പിടിമുറുക്കും. ഡൊണാൾഡ് ട്രംപിന്റെ ക്യൂബൻ നയം തന്നെ പരമാവധി സമ്മർദ്ദം എന്ന രീതിയിലാണ്. അതായത് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് രാഷ്ട്രീയ മാറ്റത്തിന് രാജ്യത്തെ നിർബന്ധിതരാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇതിനായിട്ട് ട്രംപ് ഭരണകൂടം സ്വീകരിക്കുന്ന പ്രധാന പ്ലാനുകളിൽ ഒന്ന് കർശനമായ ഉപരോധങ്ങളാണ്. ഒബാമ ഭരണകൂടം ക്യൂബയുമായി ഉണ്ടാക്കിയ ഉദാരമായ പല ഇളവുകളും ട്രംപ് റദ്ദാക്കുന്നു. ക്യൂബയിലേക്കുള്ള അമേരിക്കൻ വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തടയുകയും അവിടെയുള്ള ഹോട്ടലുകളുമായിട്ടുള്ള ബിസിനസ് ബന്ധങ്ങൾ വിലക്കുകയും ചെയ്യുന്നു. ഇതിനു പുറമെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യമെന്ന രീതിയിൽ ക്യൂബയെ പട്ടികയിൽ നിലനിർത്തുന്നത് വഴി അന്താരാഷ്ട്ര ബാങ്കുകളോ മറ്റ് രാജ്യങ്ങളോ ക്യൂബയുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. വെനസ്വേലയിൽ നിന്ന് ഒരു തുള്ളി ഇന്ധനം ക്യൂബയിലേക്ക് എത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നു. ഇത് എത്തിക്കാൻ തയ്യാറായി വരുന്ന കപ്പലുകൾക്കും കമ്പനികൾക്കും മേൽ അമേരിക്ക കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇത് ക്യൂബയിലേക്കുള്ള എണ്ണവരവ് സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയിലുള്ള ക്യൂബൻ വംശജർ നാട്ടിലെ തങ്ങളുടെ കുടുംബങ്ങൾക്ക് പണം അയക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഇത് ക്യൂബൻ ജനതയുടെ ദൈനംദിന ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു. ക്യൂബയിലേക്ക് പുറത്തുനിന്ന് ഒരു രൂപ പോലും എത്തുന്നില്ല എന്ന് അവർ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ ക്യൂബയെ ശ്വാസം മുട്ടിക്കുകയാണ് അമേരിക്കൻ ഐക്യനാടുകൾ. ഇതിനെ ഒരുപാട് ദിവസം ഇനിയും നേരിടാൻ ക്യൂബയിലെ നിലവിലെ ഭരണകൂടത്തിന് കഴിയില്ല. ക്യൂബയിൽ അമേരിക്കൻ അനുകൂലികളായിട്ടുള്ള ജനങ്ങൾ തെരുവിലിറങ്ങും. ഭരണകൂട വിരുദ്ധ വികാരമുണ്ടാവും. വെനസ്വേലയിൽ ഉണ്ടായതുപോലെ ഒരുപക്ഷെ വലിയൊരു അട്ടിമറി ക്യൂബയിലും സംഭവിക്കാം. ഏതാണ്ട് വെനസ്വേലയിൽ നിക്കോളസ് മഡുറോയ്ക്ക് സംഭവിച്ച അതേ കാര്യം ക്യൂബയിലെ ഭരണാധികാരികൾക്ക് സംഭവിക്കാം. ക്യൂബയും വെനസ്വേലയും തമ്മിൽ ശക്തമായ രാഷ്ട്രീയ സൈനിക സഖ്യമുണ്ട്. വെനസ്വേലയിൽ നിന്നുള്ള സൗജന്യ എണ്ണയ്ക്ക് പകരമായി ക്യൂബ തങ്ങളുടെ ഡോക്ടർമാരെയും അതുപോലെ സുരക്ഷാ ഉപദേശകരെയും അങ്ങോട്ട് അയക്കാറുണ്ട്. ഈ കൂട്ടുകെട്ട് തകർക്കുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങളും ആഭ്യന്തരമായ സാമ്പത്തിക മാനേജ്മെന്റ് പരാജയങ്ങളും ഇന്ധനക്ഷാമവും ചേർന്ന് ക്യൂബയെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ജനങ്ങൾ കടുത്ത ദാരിദ്ര്യവും പട്ടിണിയും ഇരുട്ടും നേരിടുകയാണ്. വെനസ്വേലൻ ദൗത്യം പൂർണ്ണമായി വിജയിപ്പിച്ച ട്രംപ് ഭരണകൂടത്തിന് ഇറാന്റെ കാര്യത്തിൽ പിഴച്ചു. ഒരു ഉത്തരം പറയാനില്ല. ഇറാന്റെ കാര്യത്തിൽ എന്താണ് അമേരിക്ക നേടിയത് എന്ന് ചോദിച്ചാൽ ട്രംപിന് മറുപടിയില്ല. കനത്ത തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ബില്യൺ കണക്കിന് ഡോളറിന്റെ നഷ്ടങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തന്റെ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ട്രംപിന്റെ മുഖം മിനുക്കാനായിട്ട് പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ട്രംപ് കണ്ടെത്തിയ കുറുക്ക് വഴി കൂടിയാണ് ക്യൂബയിലേക്കുള്ള ഈ നീക്കങ്ങൾ. ട്രംപ് അനുകൂല മാധ്യമങ്ങളും ട്രംപിന്റെ ആരാധകരും പറയുന്നത് ക്യൂബ ചൈനയുടെയും റഷ്യയുടെയും താവളമായി മാറുന്നുവെന്നും ക്യൂബയെ ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് വലിയ ഭീഷണി ഉണ്ടാക്കുകയാണ് ചൈന എന്നുമൊക്കെയാണ്. ഇത്തരം നുണ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ ഇല്ലാതാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയുടെ ഒരു പാവ സർക്കാരിനെ അവിടെ കൊണ്ടുവരിക, അമേരിക്കയുടെ നിയന്ത്രണം എല്ലാ കാലത്തേക്കുമായിട്ട് അവിടെ ഉറപ്പിക്കുക, ഇതാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇവിടെയാണ് സൂപ്പർ പവർ ആകാൻ തയ്യാറെടുക്കുന്ന ചൈന എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം. ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. കമ്മ്യൂണിസത്തിന് പേരുകേട്ട ക്യൂബ അമേരിക്കൻ ഐക്യനാടുകളാൽ അല്ലെങ്കിൽ ചൈനയുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ഭാഷയിൽ പറഞ്ഞാൽ സാമ്രാജ്യത്വ ശക്തിയാൽ വളരെയധികം ആക്രമിക്കപ്പെടുമ്പോൾ, വളരെയധികം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ചോദ്യം. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ചൈന സഹായത്തിന് എത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്ന് വെച്ചാൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ, അമേരിക്കയെ പിണക്കാൻ ചൈന പോലും ഇപ്പോഴും തയ്യാറായിട്ടില്ല എന്നത് വ്യക്തം.
ഈ കാര്യത്തെക്കുറിച്ച് ഇവിടെ കാര്യമായ ചർച്ചകളൊന്നും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുമ്പോൾ അമേരിക്കയെ വെല്ലുവിളിക്കണം, അമേരിക്കയെ എതിർക്കണം, ട്രംപിന്റെ കരണക്കുറ്റിക്ക് അടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാചാലരാകുന്ന പലരും ഇവിടെ ബോധപൂർവമായിട്ട് മൗനം പാലിക്കുകയാണ്. ക്യൂബ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തീർച്ചയായിട്ടും എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ട്രംപ് നേരിടുന്നത്. ആ രാജ്യത്തെ ഈ വിധത്തിൽ ഞെരിച്ചമർത്തുമ്പോൾ ചൈന എന്ന് പറയുന്ന ലോകശക്തിയാകാൻ ഒരുങ്ങുന്ന വലിയ ശക്തി, ഇവിടെ പലരും പറയുന്നത് ചൈന ഇന്ത്യയെക്കാൾ 100 വർഷം മുമ്പിലും അമേരിക്കയെക്കാൾ 50 വർഷം മുമ്പിലുമാണെന്നാണ്. ആ ചൈന ഒരു ചുക്കും ചെയ്യാൻ പറ്റാതെ ചുണ്ണാമ്പ് തേച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ക്യൂബയെ രക്ഷിക്കാൻ ചൈനീസ് യുദ്ധ കപ്പലുകളോ ചൈനയുടെ യുദ്ധവിമാനങ്ങളോ വിമാനവാഹിനി കപ്പലുകളോ ഇതുവരെ തിരിച്ചിട്ടില്ല. ക്യൂബയ്ക്ക് സഹായമായിട്ട് ചൈനയുടെ ഇന്ധന ടാങ്കുകളോ ആയുധങ്ങൾ നിറച്ച കപ്പലുകളോ ഇതുവരെ തിരിച്ചിട്ടില്ല. ക്യൂബയ്ക്ക് സഹായമായിട്ട് ചൈനയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങളോ അവശ്യ വസ്തുക്കളോ ഇതുവരെ പോയിട്ടില്ല. ചൈന ഈ വിഷയം ഞാനൊന്നും കണ്ടില്ലേ കേട്ടില്ലേ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അമേരിക്ക എന്ത് ചെയ്താലും എതിർക്കാൻ ഞങ്ങളില്ല എന്ന്. പക്ഷെ ചൈനയ്ക്ക് സൂപ്പർ പവറുമാകണം, ലോകശക്തിയുമാകണം. അപ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് ശക്തിയുള്ളവൻ്റെതാണ്. അത് അമേരിക്കയ്ക്ക് ഉണ്ടെങ്കിൽ അമേരിക്കയുടേതാണ് ഈ ലോകം, ചൈനയ്ക്കുണ്ടായാൽ ചൈനയുടേതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാർ മനസ്സിലാക്കേണ്ടത്, നമുക്കും ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു രാജ്യവും സഹായത്തിനായിട്ട് വരാൻ പോകുന്നില്ല, വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മൾ അങ്ങനെ തന്നെയായിരുന്നു. ഒരു രാജ്യത്തിന്റെ സഹായം തേടിയില്ല, ഇന്ത്യ ഒറ്റയ്ക്കാണ് നേരിട്ടത്. ഇന്ത്യയുടെ യുദ്ധങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. നമ്മൾ എപ്പോഴാണ് സോവിയറ്റിന്റെ സഹായം തേടിയത്? നമ്മൾ സോവിയറ്റിന്റെ സഹായം തേടുന്നത് അമേരിക്ക അവരുടെ കപ്പലുകളെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലേക്ക് അയച്ചപ്പോൾ മാത്രമാണ്. അതുവരെ ഇന്ത്യ സോവിയറ്റിന്റെ സഹായം തേടിയിരുന്നില്ല. നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിന് സോവിയറ്റ് യൂണിയൻ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ട് തന്നെയാണ് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സ്വന്തം ശക്തിയിലും സ്വന്തം സൈന്യത്തിലും വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശക്തി നേടുക, എത്രത്തോളം ശക്തി നേടാൻ പറ്റുമോ അത്രത്തോളം ശക്തി നേടുക, പരിധികളില്ലാത്ത ഇൻഫിനിറ്റ് പവർ നേടുക എന്നുള്ളതാണ്. ആ ശക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ കഴിയൂ. അല്ലാതെ നമ്മുടെ സമാധാനം എന്ന് പറയുന്ന വസുദൈവ കുടുംബകം കൊണ്ടോ സമാധാനം എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടോ അഹിംസ കൊണ്ടോ മാത്രം നമുക്ക് ഈ ലോകത്ത് നിലനിൽക്കാൻ പറ്റില്ല. അഹിംസാവാദികൾ എന്നും പറഞ്ഞൊരു മൂലയിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ 4 ഭാഗത്ത് നിന്നും ആക്രമിക്കാൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. അപ്പം നമ്മുടെ രാജ്യം എന്തൊക്കെ ആയുധങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ അതൊക്കെ കണ്ടുപിടിക്കുക, എത്രത്തോളം നിർമ്മിച്ചു കൂട്ടാൻ പറ്റുമോ അതൊക്കെ നിർമ്മിക്കുക, എങ്ങനെയൊക്കെ ഏത് മാർഗത്തിലൂടെ ഒരു എക്കണോമിക് പവർ ആകാൻ പറ്റുമോ അങ്ങനെയൊക്കെ എക്കണോമിക് പവർ ആകുക. അതോടൊപ്പം തന്നെ ടെക്നോളജിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക. ഇത് നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മൾ ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നാളെ വെനസ്വേലയുടെയും ക്യൂബയുടെയും ഇറാന്റെയും ഒക്കെ അവസ്ഥ ഏത് രാജ്യത്തിനും വരാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെക്നോളജി വളരെ വേഗത്തിൽ മുന്നേറുകയാണ്. ഇപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2ാം ലോക മഹായുദ്ധത്തിൽ ആണവ ബോംബ് കണ്ടുപിടിച്ചതോടെയാണ് അമേരിക്കയുടെ ശക്തിയുടെ സകല പരിധികളും അവർക്ക് മറികടക്കാൻ കഴിയുന്നത്. എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയനേക്കാൾ പല മടങ്ങ് അമേരിക്ക മുമ്പിലേക്ക് പോകുന്നത് ഒരൊറ്റ ആയുധം കണ്ടുപിടിച്ചതോടെയാണ്. AI ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ ഏത് നിമിഷവും സംഭവിക്കാം. ഒരു രാജ്യത്തെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയൊക്കെ ശക്തി നേടാൻ പറ്റൂ ശക്തി നേടുക. ഈ ലോകം ശക്തിയുള്ളവൻ്റെതാണ്. അത് സാമ്പത്തികമായും സൈനികമായും ഒക്കെ ശക്തിയുള്ളവൻ്റെതാണ്. കാട്ടിലാണെങ്കിലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് ശക്തി തന്നെയാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. നാട്ടിലും അത് തന്നെയാണ്, ഈ ലോകത്തും അത് തന്നെയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.